ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ്. ഇത് ചെമ്മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാം കേട്ടോ. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 2-3 വലിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ തക്കാളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏട്ടനാണ് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് തരുന്നത്. ഏട്ടൻ ഇടത്തോടം കഴിയാനാണ് കേട്ടോ, ഇടവനാണ്. ഏട്ടന് സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡാട്ടോ. അപ്പം പണിയൊക്കെ പെട്ടെന്ന് തീർന്നോട്ടെ വെച്ചിട്ട് ഏട്ടനെ ഏൽപ്പിച്ചതാട്ടോ. അപ്പോൾ ഇതാ ഏട്ടൻ നന്നായിട്ട് തന്നെ സവാള പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ടൊന്ന് ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചീഞ്ചട്ടി ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള മുഴുവനായിട്ടും ചേർത്തതിൻ്റെ ശേഷം കൂടെ തന്നെ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്തെടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില, മല്ലിയില ചതച്ച് പേസ്റ്റാക്കി വെച്ചതാണ് റോസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ടുണ്ട്. സവാള നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച മിക്സ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ 2 തക്കാളിയാണ് അരിഞ്ഞ് വെച്ചത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുപ്പ് തുറന്നിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ തക്കാളി എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തക്കാളി ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കിലായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം മുളക് പൊടി കുറച്ചിടാൻ കാരണം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ ചിക്കൻ മസാലയ്ക്ക് നന്നായിട്ട് എരിവുണ്ട്. അതാണ് മുളക് പൊടി കുറയ്ക്കാൻ കാരണം. അപ്പോൾ ചിക്കൻ മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. പൊടികളെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പെല്ലാം തുറന്ന് നമ്മളെ ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീനെല്ലാം ഡ്രൈ ആയി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.